ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവരുടെ ബയോഡേറ്റ എങ്കിലും നിങ്ങൾ പഠിക്കണം. ഇവരാരാണ്, ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു പിതാവിനെ ഇത്രയും ആക്രമിച്ച് കയറണോ എന്നീ ആക്രമിക്കുന്ന ആളുകൾ രണ്ടു വട്ടം ആലോചിക്കണം. ഇതിന്റെ പേരിൽ എന്നെ ആക്രമിക്കരുത്, ആക്രമിച്ചാലും ഞാനതൊന്നും കാര്യമായി എടുക്കാറില്ല. കാരണം ഈ തൊലി സ്ട്രോങ്ങാ, കട്ടി കൂടുതലാണ്. ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഈ രേണു എന്ന് പറയുന്ന ആളെ കുറിച്ച് ചെയ്ത അവസാന വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കട്ടെ എന്നുള്ളത്. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പക്ഷേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പ്ലസ് വ്യൂവർ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ കമന്റ്, അതും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞു. സോ നമ്മൾ 24 ന്യൂസ് നോക്കിയ സമയത്ത് അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂസ് ചാനലിൽ വന്ന വീഡിയോ മാത്രം എടുത്ത് വെച്ചിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. കൂടെ അവർ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ രേണുവിന്റെ അടുത്ത കമ്പനിക്കാരി സജീന ആ മുതലും കൂടെ ഇന്ന് പറഞ്ഞ വിശേഷ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. പകരം 24 ന്യൂസിനകത്ത് ശ്രീകണ്ഠൻ നായർ പറയുന്ന ചില കാര്യങ്ങളും അച്ഛൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം ഞാൻ 100% യോജിക്കുന്നു. ഞാനും അവരെ കുറിച്ച് ഇനി വീഡിയോ ചെയ്യുന്നില്ല. പക്ഷേ 24 ന്യൂസിൽ വന്നിട്ടുള്ള ഈ ഒരു വാർത്ത നമ്മൾ എന്തായാലും ചർച്ച ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ കൂടെ ഇതിനകത്തൊരു റോള് വഹിച്ചിട്ടുണ്ട്. ആ ശ്രീകണ്ഠൻ നായർ തന്നെ അച്ഛന് സപ്പോർട്ടുമായി ഈ ഇത്തരത്തിൽ വിമർശനങ്ങളും അപവാദങ്ങളും പറയുന്ന സ്ത്രീകൾക്കെതിരെ ഒരു 24 ന്യൂസ് ചാനൽ, എന്തോ ആളുകൾ കാണുന്ന ന്യൂസ് ചാനലല്ലേ, അപ്പൊ ആ ഒരു ചാനലിനകത്ത് വന്നിരുന്ന് പറയുന്ന സമയത്ത് അത് റിയാക്ട് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണോ? അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ന്യൂസ് ചാനലിൽ വന്നിട്ടുള്ള ന്യൂസും കാര്യങ്ങളും ഒന്ന് കേൾക്കാം. അതിനു മുമ്പ് എന്താണ് വിഷയമെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അവർ പറഞ്ഞ ആ വീഡിയോസും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം അവരിതാണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ അവരുടെ മോന്തായം കാട്ടിക്കൊണ്ട് നമുക്കിതിൽ വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. വേറൊന്നും കൊണ്ടല്ല ഗൈസ്, ഈ ഒരു അച്ഛനെ ഇവർ പോയ ഒരു ലൈവിനകത്ത് ബിഷപ്പ് എന്ന് പറയുന്ന ആളെ വിഷപ്പാമ്പ് എന്ന് രേണു സുധി അഭിസംബോധന ചെയ്യാൻ ഒരു ഇടയുണ്ടായി. ഒപ്പം തന്നെ സജീന എന്ന് പറയുന്ന സ്ത്രീ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഒരു ക്രിസ്തീയ തലപ്പത്തിരിക്കുന്ന ഒരു ആളെ ഇങ്ങനെ ഇത്ര അധിക്ഷേപിച്ച് മുലക്കച്ച കെട്ടി എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു പദവിയെയും തിരുവസ്ത്രത്തിനെയും വരെ അധിക്ഷേപിച്ച് വൃത്തികെട്ട രീതിയിൽ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു വാങ്ങിയതല്ലേ എന്നുള്ളത്. നിങ്ങളൊരു കാര്യം ആദ്യം ആലോചിക്കുക, അച്ഛൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഉണ്ടായ പശ്ചാത്തലം എന്താണ്? വെറുതെ വീട്ടിലിരുന്ന അച്ഛൻ വന്നിട്ട് ഹായ് ഞാനാണ് രേണുവിന് വീഡിയോ കൊടുത്തത് ക്രെഡിറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈനായിട്ട് മീഡിയയ്ക്ക് മുമ്പിലോട്ട് വന്നത്? അല്ലല്ലോ. പകരം രേണുവിന്റെ പ്രവർത്തികളും ചെയ്തികളും സംസാരങ്ങളും അച്ഛനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വേദനിപ്പിക്കാനും ഒപ്പം തന്നെ വേട്ടയാടാനും തുടങ്ങിയ സമയത്താണ് പുള്ളിക്കാരനെ നിവർത്തിയില്ലാതെ മീഡിയയ്ക്ക് മുമ്പിലോട്ട് വരേണ്ടി വന്നത്. ശേഷം തന്റെ മുമ്പിൽ സമീപിച്ച എല്ലാ മീഡിയക്കാർക്കും ഇന്റർവ്യൂ കൊടുക്കുക എന്നത് മാത്രമാണ് ആ പുള്ളി ചെയ്ത ഒരു തെറ്റ് എന്ന് പറയുന്നത്. അയാൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ബിഷപ്പ് അനുഭവിക്കുന്ന ആ ഒരു പെയിനും വിഷമവും കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ അടുത്ത് ഓൺലൈൻ മീഡിയാസ് വഴി കൊടുത്തു. അതുമാതിരി തന്നെ ഫിറോസും ഞാനാണ് രേണുവിന് വീട് വെച്ച് കൊടുത്തത്, ഞാൻ ആ വെച്ച് കൊടുത്ത മഹത്ത് വ്യക്തി എന്നും പറഞ്ഞിട്ട് കിരീടം ചൂടാൻ വന്ന വ്യക്തിയൊന്നുമല്ല. പകരം ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ ഒരു ഓൺലൈൻ മീഡിയക്കകത്ത് വന്നിട്ട് എന്റെ വീട് മുഴുവൻ ചോർച്ച എന്ന് പറഞ്ഞത് അയാളെ ബിസിനസിനെയും ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളി ലൈവും കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആരാണ് ഇതിന്റെയൊക്കെ മൂലഹേതു? ആരാണ് ഇവരുടെ വിഷയങ്ങൾ എടുത്തിട്ട് ഈ ഫിറോസിനെയും ബിഷപ്പിനെയും ഒക്കെ ഈ ഒരു ഓൺലൈൻ മീഡിയക്കകത്തേക്ക് സോഷ്യൽ മീഡിയക്കകത്തോട്ട് വലിച്ചിട്ടത് ആരാണ്? അപ്പൊ നിങ്ങൾ വലിച്ചിട്ട ആളെയല്ലേ കുറ്റം പറയണത്? മിണ്ടാതെ വീട്ടിലിരുന്നിട്ട് നല്ലതും ചെയ്തിരുന്ന ആളുകളെ വായയിൽ കോലിട്ടിളക്കിയിട്ട് ഇപ്പൊ ഞാനൊന്നും അറിയില്ല രാമനാരായണെന്ന് പറഞ്ഞിരുന്ന എല്ലാം അങ്ങ് സോൾവ് ആവോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ സൈബർ ആക്രമണം നടത്തി ഈ നാട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സ് മടുപ്പിച്ച് അവരെ പിന്മാറ്റുന്ന ഒരുപാട് പുഴുക്കുത്തുകൾ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സഹായവും ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില ആളുകളാണ് ഈ സ്വതന്ത്രന്മാർ എന്ന പരിവേഷമാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇവരെ കൊണ്ടൊക്കെ ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പോലും നമ്മൾ ആലോചിച്ചു പോകും. ഏറ്റവും അവസാനം സമൂഹ മാധ്യമങ്ങളിൽ കൂടെ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു ആംഗ്ലിക്കൻ ബിഷപ്പ് ഇപ്പോൾ പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യണം. അദ്ദേഹം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഈ ആംഗ്ലിക്കൻ സഭാ ബിഷപ്പായ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ അദ്ദേഹം ആണ് ഈ കൊല്ലം സുധിക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് വളരെ പറയുമ്പോൾ ആ സമയം തന്നെ അടുത്ത നിമിഷം തന്നെ അദ്ദേഹം കുറച്ച് സ്ഥലം ഭൂമി വിട്ടു തന്നു. എനിക്ക് വലിയ ബഹുമാനം തോന്നിയ ഒരു ബിഷപ്പാണ് ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ. അദ്ദേഹത്തിന് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത അധിക്ഷേപം അദ്ദേഹത്തിന് നേരെ വരികയാണ്. അദ്ദേഹം ഒരു പരാതി പോലീസിന് കൊടുത്ത് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ദയവ് ചെയ്ത്, എന്ന് വെച്ചാൽ ഉപകാരം ചെയ്യാൻ ഈ സമൂഹത്തിൽ നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിലും ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവരുടെ ബയോഡേറ്റ എങ്കിലും നിങ്ങൾ പഠിക്കണം. ഇവരാരാണ്, ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു പിതാവിനെ ഇത്രയും ആക്രമിച്ച് കയറണോ എന്നീ ആക്രമിക്കുന്ന ആളുകൾ രണ്ടു വട്ടം ആലോചിക്കണം. ഇതിന്റെ പേരിൽ എന്നെ ആക്രമിക്കരുത്, ആക്രമിച്ചാലും ഞാനതൊന്നും കാര്യമായി എടുക്കാറില്ല. കാരണം ഈ തൊലി സ്ട്രോങ്ങാ, കട്ടി കൂടുതലാണ്. അതാണ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് കേട്ടല്ലോ. തൊലി കുറച്ച് കട്ടി കൂടുതലുള്ളത്, അതുകൊണ്ട് അങ്ങോട്ട് മെക്കിട്ട് കയറാൻ ചെന്നാൽ നടക്കുന്ന പരിപാടിയല്ല അത്. ഒപ്പം തന്നെ മറുനാടിന് കൊടുത്തത് 1-ന് 2 മറുനാടൻ തിരിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, എന്താണ് ബിഷപ്പ് ചെയ്ത തെറ്റ്? അവർക്ക് താമസിക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കുന്നു. ശേഷം സ്ഥലം കൊടുത്തതിന് ശേഷം രേണു സുധിക്ക് സ്ഥലം കൊടുത്തത്
ബിഷപ്പിന്റെ ബാക്കി സ്ഥലങ്ങളും കൂടെ വിറ്റുപോകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു അടിച്ചിറക്കല് സോഷ്യൽ മീഡിയക്കകത്തോട്ട് പരക്കുന്നു. അപ്പൊ അവിടെ അച്ഛന്റെ ആ ഒരു ദാനത്തിനെ ആളുകൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയല്ലേ. അപ്പൊ നമ്മൾ പറയാം അച്ഛൻ ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി ഒരു കൂട്ടുകാർക്ക് വീട് കൊടുക്കുന്നു, വീട് വെക്കാൻ സ്ഥലം കൊടുക്കുന്നു. ആ സ്ഥലം കൊടുത്തത് അടുത്തടുത്തുള്ള വീടും സ്ഥലങ്ങളും വിറ്റുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എന്ന് ആളുകൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ പുള്ളിന്റെ ആ ഒരു തിരുവസ്ത്രത്തിനെയും അദ്ദേഹത്തിന്റെ നല്ല ഉദ്ദേശശുദ്ധിയും ഒക്കെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിനെതിരെയാണ് പുള്ളി വന്നിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, സോഷ്യൽ മീഡിയക്കകത്തോട്ട് തുറന്നടിച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അച്ഛന്റെ വിഷമം കൊണ്ടും ഫ്രസ്ട്രേഷൻ കൊണ്ടും ചിലപ്പം കാണിച്ച ആംഗ്യങ്ങളും സംസാര രീതികളും പലർക്കും ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, പുള്ളിയുടെ അവസ്ഥ അതായിരുന്നു. പോട്ടെ, ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി തന്നെ അവരെ കുറിച്ച് എന്തോരം മോശമായ പരാമർശങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്തക്കി വിളിക്കുന്നു, ചാടിത്തുള്ളുന്നു, ഉറഞ്ഞു തുള്ളുന്നു, കണ്ണുരുട്ടുന്നു, ഏതൊക്കെ രീതിയിലുള്ള കോസ്റ്റുകളും ആക്ഷനുകളും കൈവച്ചുള്ള തട്ടലും മുട്ടലും ഒക്കെ ആയിട്ട് അവർ കാണിക്കുന്നു, നെഞ്ഞത്തടിക്കുന്നു. ഇതെല്ലാം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കും ഒന്നും ഫീൽ ചെയ്യാറില്ലേ? അപ്പോൾ ഒരാൾക്ക് അവരുടെ വിഷമം കാര്യങ്ങളും ആ ഒരു സംസാരത്തിന്റെ അടുത്ത് പ്രദർശിപ്പിക്കാൻ വേണ്ടി പുള്ളി ചിലപ്പോൾ അങ്ങനെ എങ്ങാനും ചെയ്തു പോയി കാണും. അത് ഇത്ര വലിയ തെറ്റായിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ തിരുവസ്ത്രത്തിനെയോ ആ പദവിനെയോ ഒന്നും ഇങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അവിടെ ഒരാൾ ആക്ഷേപിക്കുമ്പോൾ ഒരുപാട് പേരെയാണ് നിങ്ങൾ ആ ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ടും കൂടെ ആക്ഷേപിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാതെ വെറുതെ വർഗീയ കലാപവും കാര്യങ്ങളും അഴിച്ചിടാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയേക്കാണ് അച്ഛന്റെ പേരും പറഞ്ഞിട്ടൊക്കെ. ഇതിനൊന്നും ഒരാവശ്യമില്ല. സജീന എന്ന് പറയുന്ന സ്ത്രീനെ കുറിച്ചിട്ട് അവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സജീന പോയിട്ട് അച്ഛനെ മെക്കിട്ട് കയറി ഒരു കാര്യമില്ല. എന്തായാലും അച്ഛൻ കേസ് കൊടുത്തിട്ടുണ്ട്, നന്നായി. 2-3 തവണ ഒന്ന് കോടതി കയറി ഇറങ്ങട്ടെ, അതേ ഉള്ളൂ ഇതിനൊക്കെ ഒരു പ്രതിവിധി. അല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാനാ? പോട്ടെ, ഇനിയിപ്പോൾ ഫിറോസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇരിക്കുക. ഫിറോസ് എന്ത് തെറ്റാ ചെയ്തേ? വീട് വെച്ചു കൊടുത്താണ് തെറ്റ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഇപ്പം ഒന്നുമില്ലാത്തൊരു സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് പേര് ചേർന്ന് പിരിവിട്ടിട്ട് പൈസ കൊടുക്കുന്നു. ആ പിരിവിട്ട് പൈസ കൊടുത്തത് അയാളെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്ത കാര്യമൊന്നുമല്ല, ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് മേടിച്ച പൈസയാണ്. ആ പൈസയ്ക്കകത്ത് ഒരു 100 രൂപയുടെ നോട്ടിന്റെ ഒരു ചെറിയ വശം കീറി കിടക്കുന്നുണ്ട്. ആ കീറിയ നോട്ട് നിങ്ങൾ മാന്യമായ രീതിയിൽ തന്നവരെയും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ബാങ്കിൽ പോയിട്ട് അത് മാറാൻ ശ്രമിക്കുവോ, അല്ലെങ്കിൽ ആ 100 രൂപ ഒരു 10,000-15,000 തന്നൂന്നായിരിക്കാം, ആ 10,000-15,000 രൂപ തന്ന ആളെ മെക്കിട്ട് കയറിയിട്ട് ഇതുണ്ട് ഈ 100 രൂപയുടെ നോട്ട് കീറി കിടക്കുക, ഈ നോട്ട് കീറാതെ തന്നൂടായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവരെ മെക്കിട്ടോട്ട് കീറുവോ? ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പം ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ആ 100 രൂപേൻ്റെ മേലെ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ട് അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് മാറി കിട്ടും. ഞാൻ എത്രയോ തവണ കീറിയ നോട്ടുകൾ 10-20, ഞാൻ ഒരു നോട്ട് അങ്ങനെ കീറിയതാണെന്ന് പറഞ്ഞ് കളയാറില്ല. ഞാൻ അത് ബാങ്കിൽ കറക്റ്റായിട്ട് കൊണ്ടുപോയി ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ അത് അവിടെ കൊണ്ട് കൊടുത്താൽ ആ പ്രശ്നം അവിടെ സോൾവ് ആയി. അപ്പോൾ നമ്മൾ തന്ന ആളെടുത്ത് നമ്മളെല്ലാ കാലം കടപ്പെട്ടിരിക്കും. അതേപോലെ തന്നെ ഫിറോസ് പല ആളുകളുടെ കയ്യിൽ നിന്ന് സഹായം ഗ്യാദർ ചെയ്തിട്ടാണ് അങ്ങനെ ഒരു വീട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പുള്ളീന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയോ പുള്ളീന്റെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് ചെയ്യുകയോ ചെയ്തൊരു വീടല്ല അത്. അങ്ങനെ നോക്കുമ്പോൾ അവിടുന്ന് ഓരോ സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത ആളുകളുടെ പ്രോപ്പർട്ടിയാണ് പലതും. ആ വീട് വാതിലാവട്ടെ, അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന വാഷ് ബെയിൻസ്, പാത്രങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പല പല ആൾക്കാരുടെ സംഭാവനകളാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിന് പാകപ്പിഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് പൈസ ചെലവാക്കി അവിടെ ഉണ്ടായ പോരായ്മ നികത്തുക എന്നല്ലാതെ തന്നവരെ കുറ്റം പറയാൻ പോയിട്ട് എന്താണ് കാര്യം? ഇപ്പം ഞാൻ ഈ 100 രൂപയുടെ ഉദാഹരണം പറഞ്ഞ പോലെ അത്രയും വലിയൊരു വീട്ടിൽ ചാറ്റലടിക്കുന്ന രീതിയിൽ ഒരു ലൂവർ ഷീറ്റ് പിടിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതാ രേണു എന്ന് പറയുന്ന സ്ത്രീക്ക് അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ തീർന്നു. ഇത്രയും വലിയ വീടും ഇത്രയും സാധനങ്ങളും ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ മുടക്കമില്ല, അത് എനിക്ക് ചെയ്ത് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു 2,500 രൂപ മുടക്കി ഞാൻ ഈ ലൂവർ ഷീറ്റ് മാറ്റുന്നതിൽ ഒരു തെറ്റുമില്ല എന്നങ്ങ് വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർക്ക് ആ 2,500 രൂപ മുടക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഇപ്പൊ ഈ ആരൊക്കെയോ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതുൽ വ്ളോഗ്സ് ഉൾപ്പെടെ വേറെ ഏതൊക്കെയോ വ്ളോഗേഴ്സിനെതിരെ കേസ് കൊടുത്തതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. ആ കേസിന് ഇയാൾ വക്കീലിന് കൊടുക്കുന്ന ഫീസ് പോലും വേണ്ട, ആ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ശരിയാക്കാൻ അല്ലേ? അപ്പൊ ഇവിടേക്ക് ആരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത്? ഒന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇനി നമുക്ക് അച്ഛൻ പറയുന്ന ബാക്കി കാര്യങ്ങളൂടെ കേൾക്കാം. നിങ്ങൾക്ക് കൈത്താങ്ങാകുന്ന വ്യക്തി. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപങ്ങൾ പ്രചരിക്കുകയാണ്. അപകീർത്തിപ്പെടുത്തൽ നിയന്ത്രണമില്ലാതെ വന്നതോടെയാണ് ബിഷപ്പ് പ്രതികരിക്കാൻ തയ്യാറായത്. കുറച്ച് ചില കാലങ്ങളായിട്ട് ഭയങ്കരമായ രീതിയിൽ എന്നെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ വളരെ രീതിയിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ മാനസികമായിട്ട് എൻ്റെ ഔദ്യോഗിക വൈദിക വൃത്തി, മിഷണറി ജീവിതത്തെ പോലും വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചില സൈബർ ഇടങ്ങളിൽ നിന്നും അധിക്ഷേപങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുൻപോട്ട് വന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകുവാൻ തക്കണമിടയായി. ബിഷപ്പ് നോബൽ അമ്പലവയലിന്റെ പരാതിയിൽ തൃക്കൊടിത്താനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അധിക്ഷേപങ്ങൾ തുടർന്നാൽ ശക്തമായി നിയമ നടപടി സ്വീകരിക്കാനാണ് ബിഷപ്പിന്റെ തീരുമാനം. അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയത് ബിഷപ്പായിരുന്നു. 24 കണക്റ്റുമായി ചേർന്ന് കിടപ്പാടമില്ലാത്തവർക്ക് വീട് നൽകുന്ന പദ്ധതി അടക്കം നടപ്പാക്കുന്നതിന് ബിഷപ്പ് പങ്കാളിയാകുന്നുണ്ട്. ഇത്തരം പദ്ധതികളിൽ സജീവമാകുന്നതിനിടയിലാണ് അധിക്ഷേപങ്ങൾ.
24 ഒരു വലിയ സാമൂഹ്യ മാധ്യമത്തിൽ ഇത് ചർച്ചയാവാനുള്ള ഇടയായതുകൊണ്ടും ഒപ്പം തന്നെ നമ്മളെ വ്യൂവർ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആളും കൂടെ നമ്മളെ ഈ ഒരു കമന്റ് വഴി ഈ ഒരു സാധനം ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇപ്പം സ്വീകരിച്ച വഴി തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി ഫിറോസിനെതിരെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഫിറോസും ഈ വഴി തന്നെ നീങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം അവർക്കെതിരെ വരുന്ന മോശപ്പെട്ട കാര്യങ്ങൾക്ക് കണ്ണടച്ചിരുന്നിട്ട് അവരെ ഉപദേശിക്കുന്ന തരത്തിൽ ആരെങ്കിലും വീഡിയോ ചെയ്താലോ അവർക്ക് നല്ലത് ചെയ്തു കഴിഞ്ഞാലോ അവർ കണ്ണും തുറന്ന് ഭദ്രകാളിനെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, നല്ലത് ചെയ്ത ആളുകളുടെ മെക്കിട്ട് കയറാൻ മാത്രമേ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ. അവർക്ക് അറിയുന്നുള്ളൂ, അവർ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. ഈ ആംഗ്ലിക്കൻ സഭാ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവലിൽ ഇപ്പോഴും 24 കണക്റ്റുമായി സഹകരിക്കുന്നുണ്ട്. അദ്ദേഹം 2 വനിതകൾക്ക് വീട് കൊടുക്കാനുള്ള സ്ഥലം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇനിയും 24 കണക്റ്റുമായി ഒന്നിച്ചു പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ശരിക്കും ഈ നോബൽ ഫിലിപ്പ് അമ്പലവലിയിൽ ഈ സ്ഥലം വിട്ടു തന്നപ്പോൾ ഈ വീട് ആരുടെ പേരിൽ നിർമ്മിക്കണമെന്ന് ആലോചിച്ചപ്പം യഥാർത്ഥത്തിൽ വളരെയേറെ ചർച്ചകൾക്കൊടുവിലാണ് ഈ കൊല്ലം സുധിയുടെ 2 കുട്ടികളുടെ പേരിൽ നിർമ്മിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ അതൊരു നല്ല തീരുമാനമായി എന്ന് പിന്നീടും എനിക്ക് തോന്നിയിട്ടുണ്ട്.